ഹലോ എവരിവൺ, റൈഡ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം നിർത്തിയ സ്ഥലത്ത് നിന്ന് തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. ഷില്ലോങ്ങിനടുത്തുള്ള ഉമിയാമിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത നമ്മൾ ഇപ്പോൾ മേഘാലയയിലെ മൗഫൻലൂർ എന്നൊരു ഗ്രാമത്തിൻ്റെ കവാടത്തിലാണുള്ളത്. ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. പെർ ഹെഡ് 100 രൂപ ഫീസ് കൊടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഇവിടെ റൂം ബുക്ക് ചെയ്തവർക്ക് 50 രൂപ മതി. നമ്മളങ്ങനെ 4 പേർക്ക് 200 രൂപ കൊടുത്ത് അകത്തോട്ട് കയറി. എന്താ ഭംഗിയല്ലേ! ചുറ്റിലും മലനിരകൾ, നടുവിലായിട്ട് ചെറിയൊരു തടാകം. അധികം ആൾതാമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ ട്രാവലേഴ്സ് നെസ്റ്റ് എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് ട്രാവലേഴ്സ് നെസ്റ്റ് എന്നാണ് തോന്നുന്നത്. അകത്തോട് പോയി നോക്കാം എന്തായാലും. അങ്ങനെ മേഘാലയയിലെ വെസ്റ്റ് ഖാസി ഹിൽസിലുള്ള മൗഫൻലൂർ എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ലേക്ക്, മലകൾ, പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ഹട്ട്സ് പോലുള്ളൊരു സ്ഥലം. അതാണ് ട്രാവലേഴ്സ് നെസ്റ്റ് എന്നറിയുന്ന താമസിക്കുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലം. പക്ഷേ ഇവിടെ നമുക്ക് ക്യാമ്പിങ്ങിനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പം നമ്മൾ ക്യാമ്പിംഗ് കോയിലൂടെ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തു ഇന്നത്തേക്ക് വേണ്ടിയിട്ട്. അപ്പം ലേക്ക് ഉണ്ട്, ഇവിടെയൊക്കെ വെള്ളം കാണാം, ചുറ്റിലും മലയാണ്. അപ്പോൾ ഇപ്പോൾ മാർച്ച് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊരു ഡ്രൈ ഫീലാണുള്ളത്. പച്ചപ്പ് കുറച്ച് കുറവാണ്, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഭയങ്കര കാറ്റ്, നല്ല തണുത്ത കാറ്റ് തണുക്കുന്നുണ്ട്. നമ്മളെത്തി, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മളിനി ക്യാമ്പ് മറ്റേ റൂഫ് ടോപ്പ് ടെൻറ്റ് സെറ്റ് ചെയ്യും. അതുകൂടാതെ നമ്മളിവിടെ ഗ്രൗണ്ട് ടെൻറ്റ് കൂടി സെറ്റ് ചെയ്യും. നമ്മളപ്പം റൂഫ് ടോപ്പ് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ കവർ അഴിക്കണം. അപ്പോൾ ഓവർലാൻഡിങ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക. ഓവർലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വണ്ടീൻ്റെ മേലെ ഇങ്ങനെ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെ വേണേലും പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ ടെൻറ്റ് സെറ്റ് ചെയ്ത് അവിടെ താമസിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രേനെ ഓവർലാൻഡിങ് യാത്ര എന്ന് പറയുന്നത്. വാ, അപ്പോൾ നമ്മൾ ആദ്യം റെയിൻ കവർ അഴിക്കണം. തണുക്കുന്നുണ്ട്. കയറി ഓക്കെ. അപ്പം ഇനി റെയിൻ കവർ അഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലാഡർ അഴിക്കണം. അപ്പോൾ ലാഡർ നമ്മൾ ഇത് ലൂസ് ചെയ്ത് 2 സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യണം. ഇത് ടൈറ്റാ. ഇനി താഴെ ഇറങ്ങിയോ ഉണ്ണി? താഴെ ഇറങ്ങിയിട്ട് വലിച്ചാൽ മതി, ടൈറ്റ് ചെയ്യണ്ട. ഞാൻ ഇറങ്ങണോ? ആ, അങ്ങോട്ട് വലിച്ചോ അങ്ങോട്ട് പോ. ആ, നിലത്ത് വെക്കണത്. ഓക്കെ, അത് ടൈറ്റ് ചെയ്ത് വെച്ചോ. നമ്മളങ്ങനെ ക്യാമ്പ് ഈ റൂഫ് ടോപ്പ് ടെന്റ് സെറ്റാക്കി. ഇനി അടുത്തത് ഗ്രൗണ്ട് ടെന്റ്. ഇതാണ് ഗ്രൗണ്ട് ടെന്റിന്റെ ഫുൾ സെറ്റപ്പ്. ഇത് അടിക്കാൻ അറിയോ? ഇവിടെ പോരെ? ഇവിടെയല്ലേ വേണ്ടേ? പിടി. ഓക്കെ, അപ്പോൾ ഈ 2 റോഡ് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഈ ഹുക്കൊക്കെ വലിച്ച്
ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇനി മറ്റേ സാധനം ഇത് കളകി വരുന്നുണ്ട് രാത്രി എന്തോ. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ നമ്മൾ 2 ക്യാമ്പ് ടെന്റും സെറ്റാക്കി. പക്ഷേ രണ്ടാമത്തെ ടെന്റിന്റെ സിബ് കേടാണ്. അപ്പോൾ നമ്മളത് ക്യാമ്പിംഗ് കോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താ സംഭവിക്കാൻ നോക്കാം. ആ കുന്നിന്റെ മേലെ ഒരു പള്ളിയുണ്ട്, അവിടുത്തെ മണിയടി ശബ്ദമാണ് കേൾക്കുന്നത്. നമ്മളിപ്പം ചെറിയൊരു കുക്കിങ്ങിനുള്ള പരിപാടിയാണ്. ഒരു ചായ ഉണ്ടാക്കി ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് കുക്കിംഗ് ചായ ഇലകളൊക്കെ വരും. ഒഴിക്കട്ടെ. പട്ടിക്ക് കൊടുക്കരുത്. അത് അവിടെ നിന്ന് പോകത്തില്ല. പ്രോ തന്നെ. നീ നിന്റെ കൈ കൊണ്ട് ഐശ്വര്യ വേണം. വേണോ? ഐശ്വര്യ മറ്റേ പകുതി തിന്നാ. അയ്യോ ഐശ്വര്യ വേണമെന്നോ? സമയം 8:30 ആയിട്ടുള്ളൂ രാത്രി. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. 10 ഡിഗ്രി ആയിരുന്നു ഒരു 1.5 മണിക്കൂർ മുമ്പ്. ഇപ്പം നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയില്ല. പക്ഷേ മൂടൽമഞ്ഞ് ഇങ്ങനെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര തണുപ്പായിട്ട് ഫുഡും കഴിച്ച് കയറി കിടന്നുറങ്ങാൻ പോവാം. അപ്പം നമ്മൾ ടെൻറ്റിൽ, റൂഫ് ടോപ്പ് ടെൻറ്റിൽ ഇന്ന് നമ്മളാണ് കിടക്കുന്നത്. അവർ രണ്ടുപേരും തൽക്കാലം ഒരു റൂമിലകത്ത് കിടന്നു, മറ്റേ ടെൻറ്റിൻ്റെ സിബ് കേടായതുകൊണ്ട്. അപ്പം ഇതാണ് നമ്മളെ ടെൻറ്റ് സെറ്റപ്പ്. ഒരു LED ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. Good night. See you. അങ്ങനെ രാവിലെയായി. രാത്രി ഭയങ്കര സൗണ്ടായിരുന്നു കാറ്റിൻ്റെ. ഇപ്പം രാവിലെ 7:15 ആയിട്ടുള്ളൂ. ഭയങ്കര തണുപ്പ്. ഇവിടെ 5:30 സൂര്യൻ ഉദിക്കും. അപ്പോൾ 9 ഡിഗ്രി ആയി. ഇപ്പോൾ 10 ഡിഗ്രി എന്തോ ആണ്. കൂടാതെ കാറ്റും ഉണ്ട് ഭയങ്കരമായിട്ട്. കാറ്റും തണുപ്പും കൊണ്ട് ഇന്നലത്തെ ഉറക്കമൊന്നും ശരിയായില്ല. ടെൻറ്റിനകത്ത് ഭയങ്കര, ഈ ടെൻറ്റിൻ്റെ താർപ്പ ഇങ്ങനെ ഇട്ടടിക്കുന്ന ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനിയിപ്പോൾ രാവിലെ ഒന്ന് ഈ മലേൻ്റെ മേലേക്കൊന്ന് പോയിക്കൊണ്ടിരിക്കുക. ജോ എൻ്റെ ഉറക്കം ഉറങ്ങാൻ പറ്റില്ല. സൗണ്ട് ഒന്നുമില്ല, ഞാൻ പോയിട്ടേ പോകുള്ളൂ. പോയി. ഭയങ്കര കാറ്റാ, കാറ്റിന്റെ സൗണ്ട്. തണുക്കുന്നത്.
തണുപ്പ് എന്നൊക്കെ പറഞ്ഞാല് അപാര തണുപ്പ്. ഇറക്കുന്നു ഒടുക്കത്തെ കാറ്റ്. 9 ഡിഗ്രി ടെമ്പറേച്ചർ. അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ കാറ്റ് കാരണം തണുത്ത് ഇറക്കുക. വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. കാറ്റാ മേലെ കൂടെ അങ്ങ് പോയി. കാര്യണ്ട് ഇവിടെ വരെ കാറ്റില്ല. ഈ പട്ടികൾ കളിക്കുന്നുണ്ടോ? നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയത് മുതൽ ഈ പട്ടികൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മളെ എന്റർടൈൻ ചെയ്തും പ്രൊട്ടക്ട് ചെയ്തും ഒക്കെ ചുറ്റിലിങ്ങനെ കറങ്ങിക്കൊണ്ടേക്കും. ഇപ്പൊ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് നമ്മുടെ മുമ്പിൽ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചെറിയ കുന്നുകളും കുറച്ച് തടാകങ്ങളും ഏകദേശം 50 വീടുകളും 200ഓളം ആളുകളും മാത്രമുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ മൗഫൻലൂർ. വളരെ സ്ലോ ആയിട്ടുള്ള ജീവിതമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആ കുന്നിന്റെ മേലെയാണ് ഇവിടുത്തെ പള്ളി ഉള്ളത്. അപ്പോൾ സിറ്റിയിലെ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റെജുവിനേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ കൊച്ചു ഗ്രാമം. ഷില്ലോങ്ങിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. എന്താ ഭംഗിയല്ലേ. എന്തായാലും കുറച്ച് പച്ചപ്പ് കൂടിയുള്ള സമയമായിരുന്നെങ്കിൽ അടിപൊളിയായനെ. എന്തായാലും ഇന്ന് രാവിലെ തന്നെ നല്ല ക്ലൗഡിയാണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എനിവേ വെരി പീസ്ഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്തായാലും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്. ഇവിടുത്തെ വീടൊക്കെ കണ്ടോ, പഴയ സ്റ്റൈലാണ്. ചുറ്റിലും മരക്കമ്പി കൊണ്ട് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ കുന്നിന്റെ മേലെ ആരെയോ അടക്കിയൊരു ശവകുടീരം കണ്ടോ, കുന്നിന്റെ ഒത്ത നടുവിൽ. നല്ല മഴ വരുന്നുണ്ട്. ഇപ്പം തിരിച്ചു പോകുന്ന നല്ലേന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. ഇപ്പം മഴ ഇപ്പം പെയ്യുന്ന തോന്നുന്നത്. അപ്പം പെട്ടെന്ന് ടെൻ്റൊക്കെ അഴിക്കണം. എല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് സെറ്റാക്കട്ടെ. നമ്മളപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി. അപ്പോഴേക്കും കുറച്ച് സമയം മഴയൊക്കെ പെയ്തു. ആ സമയം കൊണ്ട് നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. ഇനി നമ്മൾ ഇവിടുന്ന് ചിറാപുഞ്ചിയിലേക്ക് പോകുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി. ഇപ്പം ചിറാപുഞ്ചിയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.